ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ എൻ്റെ കേളിയർ ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ഹെയർ ഇത്രയും നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. കറക്റ്റ് ഒരു ചകിരി മാതിരിയായിരുന്നു എൻ്റെ മുടി. പക്ഷേ ഇപ്പോൾ എനിക്ക് എൻ്റെ കേൾസ് ഒരുപാട് ഇഷ്ടമാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫുൾ വാഷ് ഡേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രം ദി ഓയിലി സ്റ്റേജ് തൊട്ട് അത് ഡ്രൈ ആയി ഈ ഒരു സ്റ്റേജിലാവുന്നിടം വരെയുള്ള ഫുൾ ഒരു പ്രോസസ്സാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഓയിൽ ചെയ്തിരിക്കണം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് റീസെൻ്റ്ലി പർച്ചേസ് ചെയ്ത ഈ ഒരു അപർണ ഹെർബൽ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിത് വർക്കായിട്ടോ, മുടി ഒഴിച്ചിൽ കുറേ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്ഫുൾ ആവുന്ന ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുപോലൊരു ഫില്ലറിലാണ് കേട്ടോ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ഒരുപാട് ഓയിൽ പോകത്തുമില്ല, എന്നാൽ തലയോട്ടിയിൽ എല്ലായിടത്തും നമുക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനും പറ്റും. നമ്മൾ കയ്യിലെടുത്ത് തേക്കുന്നതിനെക്കാട്ടിലും കുറേ കൂടെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുപോലൊരു വലിയ ഫില്ലർ ആകുമ്പോഴത്തേക്കും ഇതുപോലെ നമുക്ക് മുടിയുടെ ബാക്കിൽ വരെയും ഫുൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഹെഡ് മസാജ് ആണ്. നമ്മൾ നഖം യൂസ് ചെയ്ത് ചെയ്യരുത്, ഫിംഗറിൻ്റെ ടിപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ വേണം മസാജ് ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ അങ്ങനെ മസാജ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് 100% ഉറപ്പാണ്. ഓയിൽ ചെയ്യുമ്പോൾ തലയോട്ടിയിൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ഹെയറിൻ്റെ ലെങ്തിലോട്ട് ഇതുപോലെ ബാക്കി എക്സസ് ഓയിൽ കയ്യിൽ വരില്ല. അതിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ ഒരു അരമണിക്കൂർ ഇതുപോലെ ഒരു ലൂസ് ബൺ കെട്ടിയിട്ട് ഞാൻ ഹെയർ അങ്ങനെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഷാമ്പു ചെയ്യും. നന്നായിട്ട് ഇതുപോലെ തലമുടി ഒന്ന് നനച്ചതിന് ശേഷം മാത്രമേ ഷാമ്പു ചെയ്യാവുള്ളൂ. ഷാമ്പു ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാണ്ട് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഷാമ്പു ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുടിയുടെ ഫ്രിസ്നെസ് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്താൽ മതി. ആ ഓയിലൊക്കെ ലെങ്തിൽ എപ്പോഴും നമ്മൾ മോളിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഷാമ്പു ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്ത് കളഞ്ഞാൽ മതി. ആ ലെങ്തിൽ അധികം ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുക. ലോറിയലിൻ്റെ 72 hours മോയ്സ്ചർ ഫില്ലിംഗ് ഷാമ്പു കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അടിപൊളി ഷാമ്പു ആണ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് കണ്ടീഷനിങ് ആണ്. കണ്ടീഷണർ ഞാൻ കേളപ്പിൻ്റെ ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ശരിക്കും പേളി മാണിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഫസ്റ്റ് ഞാൻ കേളപ്പിൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്നത്. അന്ന് തൊട്ട് ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ വലിയൊരു ഫാനാണ്. കണ്ടീഷണർ കുറച്ച് അധികം എടുത്തിട്ട് ഇതുപോലെ കയ്യിലൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് മുടിയിൽ അങ്ങനെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതാണ്. കാരണം ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഡീറ്റാങ്കിൾ ചെയ്യുന്നത്. എന്നോട് കുറേ പേര് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ചെടക്ക് കളയുന്നത്, ഇത് ഒരുപാട് ചെടക്കാവത്തില്ലേ? പക്ഷേ ഈ ഒരു കണ്ടീഷനിങ് ചെയ്തിട്ട് നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഡീറ്റാങ്കിൾ ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരുപാട് മുടി പോകത്തില്ല. ഞാൻ ഇതുപോലെ ഒരു മൈക്രോ ഫൈബർ ടവൽ എടുത്തിട്ട് അതിൽ മുടി ഇതുപോലെ കെട്ടി വെക്കും. ഒരു 10-15 മിനിറ്റോളം ഞാൻ അങ്ങനെ വെച്ചേക്കും കേട്ടോ. അപ്പം നമ്മുടെ മുടി നന്നായിട്ടൊന്ന് സ്മൂത്ത് ആകും. ഡീറ്റാങ്കിൾ ചെയ്യാൻ എക്സോക്കേഴ്സിൻ്റെ ഈ ഒരു ബ്രഷാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കേളി ഫ്രണ്ട്ലി ആണ്. അതിൻ്റെ പല്ല് ഉണ്ടില്ലേ, അത് നമ്മുടെ കേൾസിൻ്റെ ആ ഒരു പാറ്റേൺസ് നശിപ്പിക്കാതെ തന്നെ ഡീറ്റാങ്കിൾ ചെയ്തെടുത്തു. ടവൽ ഊരിയിട്ട് നമ്മൾ മുടി നന്നായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് വേണം ഡീറ്റാങ്കിൾ ചെയ്യാനായിട്ട്. ഡീറ്റാങ്കിൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുടിയുടെ അറ്റത്ത് ചെടക്കൊക്കെ ആദ്യം കളയണം, എന്നിട്ടേ മുകളിലേക്ക് പോകാവുള്ളൂ. പറ്റുമെങ്കിലും നിങ്ങളൊരു സെക്ഷനായിട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നന്നായിരിക്കും കേട്ടോ. ഡീറ്റാങ്കിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും മുടിയേ പോകാറുള്ളൂ. ഇതൊക്കെ നോർമലാണ്. കാരണം നമ്മൾ വീക്ക്ലി വൺസ് ഒക്കെ അല്ലേ ഹെയർ വാഷ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നോർമലാണ്. അടുത്ത സ്റ്റേജ് സ്റ്റൈലിംഗ് ആണ്. ഞാൻ നോർമലി കേളപ്പിൻ്റെ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്കാലയുടെ ഈ ഒരു 2-in-1 ഒരു ക്രീം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കണ്ടീഷണറായിട്ടും അതേപോലെ ലിവിങ് ക്രീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ട് സ്കാലയുടെ ക്രീമാണ് കേട്ടോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ബ്രഷ് കൊണ്ടാണ് ഞാൻ നമ്മുടെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റ് കുറച്ചെടുത്തിട്ട് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് 2 സൈഡിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. മുടിയുടെ ലെങ്തിലാണ് കേട്ടോ നമ്മൾ സ്റ്റൈൽ ചെയ്യുന്നത്. തലയോട്ടിയിലേക്ക് നമുക്ക് അധികം ഈ ക്രീം ഒന്നും കൊണ്ടുപോകണ്ട. എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഈ ഒരു ബ്രഷ് കൊണ്ട് സെക്ഷൻ വൈസ് ആണ് മുടീനെ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നടുക്കൂടെ ഒരു വകുപ്പ് എടുത്തിട്ട് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു പോർഷൻ നമ്മൾ ഇതുപോലെ ഒന്ന് സെക്ഷൻ ആക്കിയിട്ട് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ വോളിയം തോന്നി. ഇനിയാണ് ജെൽ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫിക്സ് മേക്കേഴ്സിൻ്റെ ഫ്ലാക്സീഡ് ജെല്ലാണ് കേട്ടോ. നമുക്ക് ഹോം മെയ്ഡ് ഫ്ലാക്സീഡ് ജെല്ല് യൂസ് ചെയ്യാം. ജെല്ല് കുറച്ച് എടുത്തിട്ട് എപ്പോഴും വാട്ടറുമായിട്ട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് മുടിയുടെ ലെങ്തിലെല്ലാം നമ്മൾ സ്റ്റൈൽ ചെയ്ത ഗേൾസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈലിംഗ് പരിപാടിയൊക്കെ തീർന്നു. എന്നിട്ട് ഞാൻ ഇതുപോലെ കുറേ ക്ലിപ്സ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുടി പൊക്കി ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കും. അപ്പം ഡ്രൈ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഭാഗത്തൊക്കെ ഫ്ലാറ്റ് ആവാണ്ട് വോളിയം കിട്ടിക്കോളും. ഹെയർ ഡ്രൈ ആവുന്നിടം വരെ നമ്മൾ മുടിയിൽ ടച്ച് ചെയ്യാനേ പാടില്ല. അത് നമ്മുടെ പാറ്റേൺസിനെ വല്ലാണ്ട് ഫ്രിസ് ആക്കും. ഒന്നെങ്കിൽ നമുക്ക് ഡിഫ്യൂസർ യൂസ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ആക്കാം. എനിക്ക് ഡിഫ്യൂസർ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ നോർമലി നമ്മുടെ കാറ്റൊക്കെ കൊള്ളിപ്പിച്ചിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലൊരു ഹെയർ സെറം എടുത്തിട്ട് ഞാൻ ക്ലംസിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിടും കേട്ടോ. അതുപോലെ മുടി ഒന്ന് താഴോട്ട് കുനിച്ചിട്ടിട്ട് ഒന്ന് ഷേക്ക് ചെയ്തൊക്കെ എടുക്കും.
ഇത് നമുക്ക് നല്ല ഒരു ഷൈനി ലുക്ക് തരും കേട്ടോ. ആൻഡ് ഫൈനൽ റിസൾട്ട് ഇത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേൾസ് ആണ്. എന്ത് രസമാണെന്ന് നമ്മൾ ഇത്രയും ടൈം എടുത്ത് ഇത്രയും പ്രോഡക്റ്റ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ റിസൾട്ട് കിട്ടുമ്പോഴത്തേക്കും എന്ത് ഹാപ്പിയാണെന്നറിയാമോ. അപ്പോൾ എൻ്റെ ഈ ഒരു കേളി ഹെയർ വാഷ് ഡേ റൊട്ടീൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ വീഡിയോയിൽ നടന്ന ഫുൾ പ്രോസസ്സ് ഇല്ലേ, അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.